ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ. ഇന്നത്തെ വിഷയം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാനല്ല ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ വേറൊരു വീഡിയോ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കമൻറ്റുകളുണ്ട്. മറ്റേ സായിക്കുട്ടിക്ക് എന്തോ സങ്കടം, സായിക്കുട്ടിക്ക് എന്തോ ഇടങ്ങറ്, കമൻറ്റ് വായിക്കുന്നവർക്ക് അറിയാം. ഇങ്ങനെ കഴിഞ്ഞ കുറേ വീഡിയോയിലായിട്ട് ഇങ്ങനെ സായിക്കുട്ടി സങ്കടം പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, സാധാരണ എനിക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോ എടുക്കുന്നത് വലിയ ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷെ ഞാൻ ഈ സായിക്കുട്ടിയുടെ സങ്കടം എന്ന് പറഞ്ഞിട്ട് വീഡിയോൻ്റെ ഇടയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ പലരും കേൾക്കുന്നില്ല. അപ്പോൾ വീണ്ടും ഈ കമൻറ്റ് വരുന്നേ. ഈ കമൻറ്റിന് എല്ലാ കമൻറ്റിനും ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാറൊന്നുമില്ല. പക്ഷേ ഇന്നലെ ഈ ജാസ്മിൻ കുട്ടി വിളിച്ചപ്പോൾ പറഞ്ഞു, ഇത്രയും ആൾക്കാർ ഇങ്ങനെ സായിക്കുട്ടിയുടെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്താ ഇതിന് മറുപടി പറയാത്തത്? എന്നിട്ട് അല്ല, ശരിക്കും സായിക്കുട്ടിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടോ? അവൻ്റെ വീഡിയോയിൽ കണ്ടാൽ അങ്ങനെ തോന്നും, എന്താ സായിക്കുട്ടിക്ക് എന്തോ ഭയങ്കര സങ്കടം ഉണ്ടെന്ന്. ശരിക്കും അവർക്ക് സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഓക്കെ, നമ്മൾ ഇത്രയും അറിയാവുന്ന ജാസ്മിൻ കുട്ടിക്ക് വരെ ഈ സംശയം തോന്നിയെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണാൻ നിങ്ങൾക്കും സംശയങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നല്ലപോലെ ചോദിക്കുന്ന ആളുകളുണ്ട്, കുറച്ച് കുത്തി പറയുന്ന ആളുകളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കമൻറ്റുകളാണ് വരുന്നത്. അപ്പോൾ നമുക്കിന്ന് സായിക്കുട്ടിനെ തന്നെ നേരിട്ട് ഇരുത്തി ഇങ്ങനെ എന്താണ് അവൻ്റെ സങ്കടം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. സായിക്കുട്ടിനെ എനിക്കറിയാം, ഞാൻ അവനെ ജനിച്ച മുതൽ കാണുന്നതാണ്. ജനിച്ച മുതൽ അവനക്ക് 11 വയസ്സ് ആയിപ്പോൾ. അന്നേ മുതൽ ഞാൻ അവനെ കാണുന്നത്, രാവും പകലും ഞാൻ കാണുന്നതാണ്. എനിക്ക് പൊതുവെ നമുക്ക് 100% നമ്മളെ കുട്ടികളെ അറിയാം എന്ന് നമുക്ക് ആർക്കും ഒരു വലിയ വർത്താനം പറയാനൊന്നും പറ്റില്ല. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ അവനെ ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾ ഞാനായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. വിശ്വാസം മാത്രമാണ്. ആണോ? ഇന്നുമോളാണോ? ഇന്നുമോളും ആണോ? എന്താണ് കണക്കുള്ള അഭിപ്രായം ഉണ്ടോ ഓനെ കുറിച്ചിട്ട്? ഓനക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെന്നോ? ജനിച്ച മുതൽ മൂപ്പര മുഖം അങ്ങനെയാണ്. അതിന് നമ്മൾ മാറ്റിയാൽ മാറുന്നു തോന്നണമില്ല. എന്താണെങ്കിലും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇത് ആക്കുന്നില്ല. നമുക്ക് സായിക്കുട്ടിയെ തന്നെ നേരിട്ടുണ്ട് വിളിപ്പിക്കാം. സായിക്കുട്ടി വന്നാ അതാ അങ്ങോട്ട് കാണിക്കും. ഇതാ നായകൻ വരുന്നുണ്ട്. വന്നേ, ഒന്ന് നീട്ടി നിന്നേക്ക്. ഒന്ന് ചിരിച്ചാ ചിരിക്ക് ചെങ്ങായേ, ഒന്നെ ചിരിച്ചൂടി ജയ്. ഷിഫു ഒന്നിട്ട് വന്നാ, ഇങ്ങോട്ട് വാടാ, ഇവിടെ വായോ. നമുക്ക് ഇനി സായിക്കുട്ടിനെ കുറിച്ച് പറയണതിൻ്റെ മുമ്പ് സായിക്കുട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാം. ഇവിടെ വാടാ. സയാൻ എന്നാണ് അവൻ്റെ പേര്, സായിക്കുട്ടി അല്ല കേട്ടോ. അവന് വലിയ ആളായില്ല. പിന്നെ വലിയ നമ്മൾ പെറ്റ് നെയിമൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ല. സയാൻ. ഷിഫു ആയടാ, ഇങ്ങോട്ട് വാ. എന്താ ഷിഫുവിനെ കാണിച്ചേ? ഷിഫുവിനും കാണിക്ക്. ഷിഫുട്ട് വായ, എന്നിട്ട് വായ ഷിഫോ. അവനക്കൊരു മൈക്ക് വേണ്ട. എനിക്ക് ഇങ്ങോട്ട് ആടി മുട്ടി നടക്കുമ്പോഴേക്കും വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. ഇവിടെ വാടാ വേഗം. ഈ കാരണൊരു കാര്യം ചോദിക്കാറുണ്ട്. ഇവിടെ വന്നാ, ഇവിടെ വായ വേഗം. ഇവനെ കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലും സങ്കടമുള്ള പോലെ തോന്നാറുണ്ടോ? ഇവനെ കണ്ടാൽ എന്തെങ്കിലും സങ്കടമുള്ള പോലെ തോന്നാറുണ്ടോ? ഇത് കാര്യം പോലെ പറഞ്ഞോ. ഇവന് ചിരിക്കാറുണ്ടോ? നിങ്ങളത് ചിരിക്കാറുണ്ടോ? ആണോ? ഞാൻ പറഞ്ഞില്ലേ, ഇവന് വീഡിയോയിൽ ഓന് ചിരിച്ച് വരുത്താനും പറയാൻ അറിയാം. നമ്മൾ ഫോണെടുത്ത് വീഡിയോ എടുക്കാതെ ചെക്കൻ്റെ മുഖം എപ്പോഴും ഇങ്ങനെ ആവും. അതിപ്പോൾ അതെന്താ പറയുക, ഓൻ്റെ സ്കൂൾ ഫോട്ടോയിൽ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കൂലേ, അതിൽ ഓൻ്റെ ഒരു ചിരിച്ച ഫോട്ടോ ഇല്ല. ഓൻ എപ്പോഴും എന്നിട്ട് ഓൻ്റെ ടീച്ചർ തന്നെ എൻ്റെ അടുത്ത് പറയും, സയൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ എപ്പോഴും ഒരു ശരിയായി കിട്ടാറില്ല എന്ന്. അവന് മോണ്ടിസോറി പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഓനക്കതൊരു സങ്കടം ഉണ്ട് നിനക്ക് തോന്നിയിരിക്കണോ? ഓനക്ക് എന്തോ ഒരു വിഷമമുണ്ട്, എന്തോ ഒരു വിഷമം അനുഭവിച്ചിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടി നിൽക്കുകയാണെന്ന് ഇവനെ കണ്ട ആൾക്ക് എപ്പോഴും തോന്നിയിരിക്കണോ? ഇത് നമ്മളെ ഇപ്പോൾ സായിക്കുട്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഇരിക്കുന്ന ആളാണ് സായിക്കുട്ടിനെ കുറിച്ചിട്ട് ഇത് പറയുന്നത്. ഇതിനെക്കാട്ടിക്കും വലിയ ഉദാഹരണം എനിക്ക് തരാനില്ല. നീ പോയി കളിച്ചോ, ടാറ്റ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? ഈ പറയാതെ എന്തെങ്കിലും വായ തുറന്ന് പറയേ. എന്തെങ്കിലും സങ്കടം, എന്തെങ്കിലും വിഷമിച്ചിട്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടിയിട്ട്, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടിയിട്ട് നിൽക്കുന്ന അങ്ങനത്തെ എന്തെങ്കിലും കുഴപ്പം? എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? എവിടേക്കെങ്കിലും ഒക്കെ പോകണം, റിസോർട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? അതല്ലാതെ വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? എന്തെങ്കിലും സങ്കടം ഉണ്ടോ? പിന്നെ നമ്മളത്തെ ചില കൂട്ടുകാർ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അല്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ്റെ മുഖം വീഡിയോയിൽ എൻ്റെ ജാസ്മിൻ കുട്ടിക്ക് അങ്ങനെ തോന്നിയ സ്ഥിതിക്ക് പിന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇവന് എന്താ പറഞ്ഞു മറന്നല്ലോ ഞാൻ പറയാൻ വന്നത്. അത് പോയി. അപ്പോൾ ജാസ്മിൻ കുട്ടിക്ക് അങ്ങനെ സംശയം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ്റെ മുഖം ഇങ്ങനെയാണ്. ഇവനോടൊന്ന് ചിരിക്കണം സായിക്കുട്ടിയെ പറഞ്ഞാൽ.
സത്യം പറഞ്ഞ ബർത്ത്ഡേ വന്നാൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒരു ഫോട്ടോ കൊടുക്കാൻ നല്ല ഫോട്ടോ അല്ലേ ചിരിച്ചിട്ട് നല്ലപോലെ ഒരു ഈ അത് നമ്മൾ ചില കുട്ടികൾ ഇപ്പോൾ എനിക്ക് 2 കുട്ടികളുണ്ട്. ഒന്ന് എക്സ്ട്രോവേർട്ടാണോ, ഇന്നുമ്പോൾ എക്സ്ട്രോവേർട്ടാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇവന് കുറച്ചൊരു ഇൻട്രോവേർട്ടാണെന്നൊക്കെ പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ ഇൻട്രോവേർട്ടൊന്നുമില്ല. കാരണം അവന് അതെന്ത് വർട്ടാണ് ആണോ, അങ്ങനത്തെ പുതിയ വർട്ടുണ്ടോ അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇവനിപ്പോൾ വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഏതാന്നൊക്കെ ചോദിക്കും, സംസാരിക്കും, കാര്യങ്ങളും അതിനൊക്കെ ചെയ്യും. പിന്നെ എന്തെങ്കിലും സങ്കടം ഉണ്ടോ പേടിയുണ്ടോ എന്നൊക്കെ ചോദിച്ചാല് സർപ്രൈസ് കൊടുത്താലും ചേഞ്ച് വരാറില്ല. എക്സൈറ്റ്മെന്റ് ആണ് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നമ്മളെ അല്ലു അർജുന്റെ സിനിമ കണ്ടവർക്ക് ലക്കി റൈസറാണ് സിനിമ ഉണ്ടായത്. ശ്രുതിഹാസന്റെ ഫാമിലിക്ക് ഒരു ഇതുണ്ട്, അതായത് എക്സ്പ്രഷൻ ഫുൾ ഉള്ളിലിട്ട് കളിക്കുന്ന അതാണ് അതേപോലെ ആൾക്ക് ബർത്ത്ഡേക്ക് നമ്മൾ സർപ്രൈസ് കൊടുത്തതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ അല്ല ഡ്രസ്സൊക്കെ മേടിക്കാൻ പോയിട്ട് തിരിച്ചു വരും, അപ്പൊ അത് മതി എന്നൊക്കെ പറയും. വീട്ടുകാരുടെ ഇഷ്ടപ്പെട്ടോ അതന്നെ പറയുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുത്ത കാര്യം. പിന്നെ എൻ്റെ കുട്ടി മറ്റേ എൻ്റെ അവസ്ഥകൾ അറിഞ്ഞിട്ട് ജീവിക്കുന്ന കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊക്കെ അവനെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ വീട്ടിലത്തെ അവസ്ഥ അറിഞ്ഞിട്ട് ജീവിക്കാൻ നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞത് അതൊരു വലിയ കാര്യമാണ്. അത് ഞാൻ എൻ്റെ കുട്ടീനെ എപ്പോഴും സമ്മതിച്ചു കൊടുക്കുന്നൊരു കാര്യമാണ്. ഈ ചെറു പ്രായത്തിൽ ആ ഒരു ബുദ്ധി ഉണ്ടല്ലോ. നമ്മളിപ്പോൾ എവിടേക്കെങ്കിലും പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും ഒന്നും എനിക്കത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുക പറയും. ഇനി പൈസ ഉണ്ടെങ്കിൽ മതിട്ടോ അമ്മ അങ്ങനെ എൻ്റെ പോക്കറ്റ് അറിഞ്ഞ് ജീവിക്കുന്ന 2 കുട്ടികളാണെങ്കിൽ ശരി. പക്ഷെ എൻ്റെ മോൾക്ക് കുറച്ച് ബുദ്ധി വെച്ചല്ലോ, ഓളെ പോക്കറ്റ് പറയേണ്ട ആവശ്യമില്ല. അതായത് ഓള് പറയുമ്പോൾ എൻ്റെ ചുമലിനോട് ചേർന്ന് നിൽക്കേണ്ട ആളാണ്, നമ്മളെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യേണ്ട ആളാണ്. പിന്നെ അവളെ കുറിച്ചിട്ട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആവശ്യമില്ലല്ലോ. പക്ഷേ ഈ ഒരു ചെറിയ പ്രായത്തിൽ അത് ഇപ്പോൾ നമ്മളോട് മാറി താമസിച്ചതിൻ്റെ ശേഷം മുതലല്ല, ഒരു കുറേ കാലം മുമ്പ് വരെ തന്നെ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഓനെ കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവനക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം എടുത്താൽ പോലും അവൻ്റെ പ്രൈസ് നോക്കും. ഇത് നല്ല വരേണ്ടത് വേണ്ട അമ്മ പറഞ്ഞാൽ ഞാൻ നിർബന്ധിച്ചിട്ടാണ് പിന്നെ അത് എടുത്തോ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ബുജി ലെവലാണോ കുറച്ച് അങ്ങനെയൊന്നുമല്ല. പക്ഷെ എൻ്റെ കുട്ടി നല്ല മിടുക്കനാണ്. നിങ്ങൾ ഇപ്പോൾ കുറച്ചൊരു സ്വഭാവമൊക്കെ മാറി വരുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ കിച്ചണിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അപ്പം ആദ്യമായിട്ട് സഹായം വേണോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് പോകില്ല. എന്തെങ്കിലും സഹായം, അതായത് ഞാൻ കിച്ചണിൽ ജോലി ചെയ്യുകയാണെങ്കിൽ സാധാരണ കുട്ടികൾ ഫോണിൽ കാലിട്ട് ഇങ്ങനെ കളിക്കും. സാധാരണ കുട്ടികളെന്നുണ്ടല്ലോ, ചില കുട്ടികളൊക്കെ കളിച്ചേക്കാം. പക്ഷെ എൻ്റെ സായ്ക്കുട്ടി അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വന്ന് ചോദിക്കും, അമ്മ ഇതൊരു ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കും. അങ്ങനെ നല്ല മിടുക്കനാണ്. എൻ്റെ കുട്ടിക്ക് ഞാൻ എന്തൊരു സങ്കടം ഉണ്ടോ അറിയില്ലല്ലോ. ശരി, വേറെ പഠിച്ച സഹിച്ചിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങള് ചില സമയത്ത് ചിരിക്കും, ഞങ്ങള് ചിരിക്കരുതെന്നാ പറയാ. ചിരിക്കുമ്പോ ഒരുമാതിരി ഒച്ച ഉണ്ടാക്കിട്ടാ ചിരിക്കുക. വെറൈറ്റി ചിരികളൊക്കെ ഒന്നില്ലെങ്കിൽ ആശാണ് നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. അതാണ് ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാര്യങ്ങൾ കേൾക്കാൻ എനിക്ക് വരണ്ട. അപ്പൊക്കോ മയക്കം കാണിച്ചാളി. അങ്ങനെ നമ്മുടെ സായിക്കുട്ടി പോയി കേട്ടോ. ഇനി എനിക്ക് പറയാനുള്ളത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഇങ്ങോട്ട് മാറി താമസിച്ചതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ എനിക്ക് 1-2 കാര്യങ്ങൾ പറയാതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കമൻറ്റ്സ് വീണ്ടും വരും. എനിക്ക് മിക്കവാറും ആ കമൻറ്റിൻ്റെ സ്വഭാവങ്ങൾ കാണുമ്പോൾ നമ്മളെ ഫാമിലിനെ അറിയുന്ന ആളുകൾ, ഒരു പരിചയമുള്ള ആളുകൾ അങ്ങനെയൊക്കെയാണെന്ന് തോന്നാറുണ്ട് കേട്ടോ. ഞാൻ അവരുടെ വായ അടപ്പിക്കാനെങ്കിലും ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ചില കമൻറ്റുകളുണ്ടാവും, ചില കമൻ്റ് ഉണ്ട് മറ്റേ കുട്ടികളടക്കെങ്കിലും അവരുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കൊണ്ടു, കുട്ടികൾ അവരെ വാപ്പാനെ കാണട്ടെ, നിങ്ങൾ കുട്ടികളുടെ വാപ്പാനായിട്ട് നിങ്ങൾ എന്തിനാണ് അവരെ പിരിച്ചു വെച്ചിരിക്കുന്നത്, അങ്ങനത്തെ കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറി താമസിക്കുന്നതിന് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവർക്ക് എന്താ പറയുക, നമ്മൾ പോയി കിട്ടിയതിൽ അത്രയും സന്തോഷം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ പിന്നെ അങ്ങനത്തെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ കുട്ടികളെ അന്ന് പൊക്കോ എന്ന് പറഞ്ഞിട്ട് തള്ളി പറഞ്ഞേക്കണത് അതെന്തിനാണ്? എൻ്റെ കുട്ടികൾ എനിക്ക് നോക്കാൻ വയ്ക്കും. ഇത് ഞാൻ എൻ്റെ കുട്ടികൾ എന്ന് പറയണ ആ ഒരു വാക്കുണ്ടല്ലോ, അത് പറയാൻ ആഗ്രഹമില്ലാത്ത സംഭവങ്ങളാണ്. ഞാൻ എന്തെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലായിരിക്കുന്ന സമയത്ത്
നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് അങ്ങനെ സ്നേഹത്തോടെ പോകണം എന്ന് വിചാരിച്ചിട്ട് നടക്കാത്ത കാരണം കൊണ്ടാണല്ലോ നമ്മൾ മാറി താമസിക്കുന്നത്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടുന്ന് വീട് മാറി വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്തൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം വീഡിയോ എടുക്കാനുള്ള മാനസികാവസ്ഥ അല്ലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ മറ്റേ കമൻറ്റിൽ കുറേ പേര് ചോദിക്കുമായിരുന്നു, എങ്ങനെയാണ് അവർക്ക് നിങ്ങൾ പോണത്, ഇങ്ങനെ നിങ്ങൾ ഇറങ്ങി പോണത് നോക്കി നിൽക്കാൻ വയ്ക്കണത് എന്നുള്ളത് കുറേ ആൾക്കാർക്ക് ഒരു സംശയം തോന്നിയിരുന്നു. അപ്പോൾ അതാണ് അവിടുത്തെ അവസ്ഥ. നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും ഒരു സ്വാഭാവിക ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും, അത്രയും വലിയൊരു പെൺകുട്ടിയും ഒരു ചെറിയൊരു ആൺകുട്ടിയും ആയിട്ട് നമ്മൾ ഒരാൾ വീട് വിട്ട് പോകുമ്പോൾ നമ്മൾ ആരാണെങ്കിലും പോവരുത്, മറ്റേ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാം എന്നുള്ള ആ ഒരു വാക്ക് ആരായാലും പറയും. ഒരു സാധാരണ നോർമൽ കുടുംബത്തിൽ ആരായാലും പറയും. അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ വീട്ടിൽ ഞാൻ വാങ്ങിച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ നിന്ന് വന്നിരുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ ഞാൻ വാങ്ങിച്ച എത്രയോ സാധനങ്ങൾ ഞാൻ അവിടെ ഇട്ടിട്ടാണ് പോയിട്ടോ. ഞാനെല്ലാം പാടെ നുള്ളി പെറുക്കിയിട്ട് എടുത്ത് കൊടുത്തിട്ടൊന്നുമില്ല. എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളല്ലാണ്ട് ഞാൻ വാങ്ങിച്ച എത്രയോ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പിന്നെ വേറൊരു കാര്യം കൂടിയും, ഞാൻ അവിടുന്ന് മാറി താമസിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഈ അപ്പാർട്ട്മെൻറ്റ് നോക്കിയിട്ട് ഞാൻ അവർക്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അപ്പോഴും ഉള്ളിലൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഓക്കെ അവരെല്ലാവരും പാടെ നിർബന്ധിച്ച് പറയുകയാണ് പോവണ്ട, അങ്ങനെ പോവരുത്, നമുക്കൊരു പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ എന്തായാലും പോകുമായിരുന്നു. കാരണം അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്, എന്തായാലും പോകേണ്ട അവസ്ഥ തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ ഇന്നുമോളുടെ പഠിപ്പ് കഴിയുന്നവരെ, ഇന്നുമോൾക്കൊരു ജോലി കിട്ടുന്നവരെ എങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ ആ വീട്ടിൽ നിന്നിരുന്നു. പക്ഷേ നമ്മൾ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ അതെടുക്കുന്നില്ലേ, ഇതെടുക്കുന്നില്ലേ, ഇതെടുത്തോ അതെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. അതായത് അതിപ്പോൾ ഇന്നുമോളുടെ പപ്പയാണെങ്കിലും ശരി, അവിടുത്തെ ഉമ്മയാണെങ്കിലും ശരി, ഇപ്പയാണെങ്കിലും ശരി, എല്ലാവരും ഇതെടുക്കുന്നില്ലേ അതെടുക്കുന്നില്ലേ, മറ്റേ അവിടെ ഒരു TV ഉണ്ടായിരുന്നു, ആ TV ഒക്കെ കൊണ്ടുപോയിക്കോ അങ്ങനെയാണ് പറഞ്ഞത്. അതായത് നമ്മളൊന്ന് ഇറങ്ങി കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിൽ ഇരിക്കുന്ന ആളുകളാണ്. അവരോട് പിന്നെ അവരെ വീട്ടിലേക്ക് ഞാൻ എന്തിനാണ് എൻ്റെ കുട്ടികളെ പറഞ്ഞയക്കുന്നത്? അത് എനിക്ക് ഞാനിനിപ്പോൾ എത്ര വലിയ നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിലും ഈ കമൻറ്റിൻ്റെ പേരിൽ ഞാൻ എൻ്റെ കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞയക്കൂല. കാരണം അവിടെ ആരും അത് ആഗ്രഹിക്കാത്തൊരു സ്ഥലത്തേക്ക് എൻ്റെ മക്കൾ പറഞ്ഞേക്കാൻ എനിക്കൊട്ടും ഇഷ്ടമില്ല. അപ്പോൾ അതാണ് ഒരു റീസൺ. ഞാൻ പിന്നെ വേറൊരു കുട്ടികളെ വാപ്പാരത്തിന് പിരിച്ചിട്ട് അതിലേക്ക് തന്തല്ലാതാക്കിയില്ലേ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരും പിരിച്ചിട്ടില്ല. എൻ്റെ 2 മക്കളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ്, നിങ്ങൾക്ക് വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ വരാമെന്ന്. ഇപ്പോഴും ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് പോകണമെങ്കിൽ പോവാം, അവിടെ സ്ഥിരം നിൽക്കാനല്ലെങ്കിലും വെറുതെ ഒന്ന് പോയിട്ട് കാണാനാണെങ്കിലും എൻ്റെ കുട്ടികളോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് പോവാട്ടോ. ഞാനിപ്പോൾ ആർക്കെങ്കിലും ഒരു വഴക്കുണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മക്കളെ ഞാൻ ഒരിക്കലും എൻ്റെ വഴക്കിക്ക് ഞാൻ മിണ്ടാത്ത ആൾക്കാരോട് നിങ്ങൾ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു വര ഞാൻ ഇന്നേ വരെ വരച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നമ്മൾ ഇങ്ങോട്ട് മാറി താമസിച്ചിട്ട് അവിടുത്തെ ഇപ്പൊക്കെ ഫോൺ വിളിച്ചാൽ എനിക്ക് എന്നോട് പറഞ്ഞാൽ മതി ഫോൺ എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ നിർബന്ധിക്കാറില്ല, ഞാൻ പറയാറില്ല ഫോൺ എടുക്കരുത്, അവിടുത്തെ സംസാരിക്കരുത്, അവരത്തെ ഒരു കൂട്ടുണ്ടാക്കരുത് എന്നുള്ളത് ഞാൻ പറയാറ്. ഇവിടെ ഷെബിനൊക്കെ എൻ്റെ മോളുടെ ഫോണിലേക്ക് വിളിക്കാറുണ്ട്, ആയിക്കോട്ടെ വിളിച്ചോട്ടെ, അതിനെന്താ പ്രശ്നം? എനിക്ക് എൻ്റെ വഴക്കുകൾ എൻ്റെയാണ്. പിന്നെ അവരെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞേക്കാത്തത് ഈ പറഞ്ഞയക്കാത്തത് എന്നല്ല, അവർക്ക് പോകാൻ ഇൻട്രസ്റ്റും ഇല്ല. ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുട്ടികളെ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് തള്ളി പറഞ്ഞേക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. പിന്നെ പിന്നെ നമ്മളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 7-8 മാസങ്ങൾ കഴിഞ്ഞു. അൽഹംദുലില്ലാ പഠിച്ചു സഹായിച്ചിട്ട് എനിക്ക് ആരും ഈ സമയം വരെ ആരെങ്കിലും ഒരാൾ സഹായിച്ചിരുന്നെങ്കിൽ, ഒരാളൊരു പൈസ തന്നിരുന്നെങ്കിൽ എന്നുള്ള ഗതികേട് പഠിച്ചു സഹായിച്ചിട്ട് ഇതുവരെ ഈ നിമിഷം വരെ വന്നിട്ടില്ല. നാളെ എന്താവും എന്നുള്ള കാര്യം നമുക്കൊരു ഉറപ്പും പറയാനും പറ്റില്ല. എങ്കിലും കൂടെ ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന അവർക്കും അറിയാൻ പറ്റും ആ കുട്ടികൾ നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്, കുട്ടികൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന്. എന്നാലും കൂടെ നമ്മൾ മക്കളല്ലേ, അതിറ്റങ്ങൾ തിന്നോ കുടിച്ചോ അല്ലെങ്കിൽ ആ കുട്ടികളെ നോക്കേണ്ട കടമുള്ള ഒരാൾ ആ വീട്ടിലുണ്ടല്ലോ. അയാൾ ഇന്നേ വരെ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. ഇനി അപ്പോൾ പിന്നെ വാപ്പാനായിട്ട് പിരിച്ചു കൊടുന്നു എന്ന് പറഞ്ഞാൽ ജന്മം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആരും വാപ്പാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മളെ കർമ്മങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമ്പോഴുള്ളൂ നമ്മളൊക്കെ ഇമ്മയും ഇപ്പിയും വെല്ലിപ്പിയും അമ്മായിയും ഇളയച്ചിയും മൂത്തച്ചിയും എല്ലാവരും ആവുക. അപ്പോഴുള്ള ആ ബന്ധത്തിന് വില ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരിക്കലും എൻ്റെ മക്കളെ ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് പിരിച്ച് പറിച്ചിട്ട് ഇങ്ങോട്ട് കൊടുന്നു, അവരെ ഭാവി ഇല്ലാതാക്കി, അവർക്ക് അവരെ തന്തനില്ലാതാക്കി എന്നുള്ള ആ ഒരു കുറ്റബോധവും വിഷമമൊക്കെ ഈ നിമിഷം വരെയും തോന്നിയിട്ടില്ല. ഇനി
എൻ്റെ കുട്ടികൾ 2 കൈയും 2 കാലും ഫ്രീയാണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും പോവുക വരെ ചെയ്യാം. അവർക്ക് ബുദ്ധി വെച്ചിട്ട് അവർ പോവുകയാണെങ്കിൽ അവർ പൊക്കോട്ടെ, ഒരു വിഷയമല്ല. പിന്നെ വേറൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, സുലുവിൻ്റെ ഈഗോ കാരണം കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞത്, നിങ്ങളെ ഈഗോ കാരണം കൊണ്ടാണ് നിങ്ങളെ ഭർത്താവ് വരാത്തത്, നിങ്ങളെ സ്വഭാവം കാരണം കൊണ്ടാണ് നിങ്ങളെ ഭർത്താവ് വരാത്തതെന്ന്. ഈ ഭർത്താവിനെ വീട്ടുകാർ വേണ്ട എന്ന് വെച്ചിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ എന്തിനാണ് അവർ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് അവർ വരണമെന്ന് എനിക്കൊരാഗ്രഹമില്ല. അപ്പോൾ ഞാനൊരിക്കലും മൂപ്പരിനി വരണം, തിരിച്ച് ജോയിൻ്റ് ആവണം, നമ്മൾ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല. നമുക്ക് ആ ജീവിതത്തിൽ ഒരു ഭാവിയില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയുന്ന ആളാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് പൈസ ഉണ്ടായ ശേഷമാണല്ലോ നിങ്ങൾ ഇങ്ങനത്തെ തീരുമാനം എടുത്തെന്നുള്ളത്. ഇതിൻ്റെയൊക്കെ മറുപടി ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാലും കൂടി ഈ വീഡിയോയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുമ്പോൾ മാത്രം തന്നെ ഉള്ളൂ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക. എനിക്ക് ആ സ്റ്റെബിലിറ്റി ഉണ്ടായപ്പോൾ ഞാൻ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുത്തു. ഇതെനിക്കെൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ അറിയായിരുന്നു ഈ ഈ ജീവിതം ലൈഫ് ലോങ് പോകാനൊരു ജീവിതമല്ല എന്നുള്ളത്. അത്രയും ബുദ്ധിമുട്ടായിരുന്നു ജീവിതം ഉള്ളത് പറയാലോ. അത് എന്താ പറയുക, ഒരു തരത്തിലും സമാധാനം കിട്ടാത്തൊരു ജീവിതമായിരുന്നു ആ ജീവിതം. ഞാൻ എൻ്റെ മരണം വരെ ജീവിക്കണം എന്നുള്ളത് ആര് നിർബന്ധിച്ചിട്ടും കാര്യമില്ല. ആ ജീവിതം ജീവിക്കണം എന്നുള്ളത് ഞാൻ എടുത്തൊരു തീരുമാനമാണ്. ഇത് പിന്നെ എൻ്റെ സായിക്കുട്ടി ഒരു ബോധം വെച്ചേ മുതൽ ആ വീട്ടിനുള്ളിൽ ഭയങ്കര സ്നേഹവും ഒത്തൊരുമയും എല്ലാവരും തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റും അഫെക്ഷനൊന്നും കണ്ടിട്ടൊന്നും അല്ല അവൻ വളർന്നത്. അതുകൊണ്ട് അവനക്ക് ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ അവനക്ക് ആരും മിസ് ചെയ്യുന്നുണ്ടാവില്ല. അയ്യോ ഒക്കെ അവരെ കാണാനായിട്ട് മറ്റേ ഇടങ്ങറുണ്ടല്ലോ വിഷമമുണ്ടല്ലോ എന്ന് അവനക്ക് ഒരിക്കലും തോന്നിയിട്ടുണ്ടാവില്ല. കാരണം അങ്ങനത്തെ വല്ലാത്തൊരു സ്നേഹവും അടുപ്പവും ഒന്നും കണ്ടുകൊണ്ടല്ല അവന് വളർന്നതും. അതുകൊണ്ട് പിന്നെ എനിക്ക് വേറൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, മോൻ്റെ മുഖത്ത് എന്തോ ഒരു വിഷമമുണ്ട്, ഇത്തങ്ങൾ അവനോട് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഈ കമൻറ്റിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ. കാരണം കുട്ടികൾ പെട്ടെന്ന് ഭയങ്കര ആക്റ്റീവായി കുട്ടികൾ പെട്ടെന്ന് മൂഡ് ഓഫ് ആയിട്ട് എന്തോ ഒരു വിഷമത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ പേഴ്സണലായിട്ട് എന്തോ ഇടങ്ങറുണ്ടാവും തീർച്ചയായിട്ടും. അത് ഞാൻ സമ്മതിച്ചു തരുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനെന്ന വ്യക്തി 100% നല്ല വ്യക്തിയാണ് എന്നുള്ളത് ഞാൻ പറയില്ല. എനിക്ക് എൻ്റേതായ പ്രശ്നങ്ങളും എൻ്റേതായ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ദേഷ്യം, സങ്കടം, വാശി ഇതൊക്കെ എനിക്കും ഉണ്ട്. പക്ഷെ ഞാനെന്നല്ല ഉമ്മാക്ക് ഞാൻ ചിലപ്പോൾ ഒരു 100 മാർക്ക് ഞാൻ കൊടുക്കും. കാരണം ഞാനെന്നല്ല ഉമ്മ പെർഫെക്റ്റ് ആണെന്നുള്ളത് അതെനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ എൻ്റെ സായിക്കുട്ടിനടുത്ത് രാത്രി ഉറങ്ങുമ്പോൾ എപ്പോഴും ഞാൻ അവനെ ചേർത്ത് പിടിച്ചിട്ട് അന്നത്തെ എന്ത് വിശേഷം ഉണ്ടായിടാ, എന്താ കാര്യം ഉണ്ടായിടാ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കാറുണ്ട്. എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും അവനക്ക് അവൻ്റെ ജീവിതത്തിൽ പറയാനുള്ള എൻ്റെ മോളത്ത് പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അത് കാരണം കൊണ്ട് അവനെ അലട്ടുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ വേറൊരു കമൻറ്റ് ഉണ്ടായിരുന്നല്ലോ, ആ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞാൻ മറന്നുപോയി. അത് ഏത് വീഡിയോക്ക് വന്ന കമൻ്റ് ആണെന്നുള്ളതും എനിക്കൊരിപ്പോൾ ഒരു ഓർമ്മയില്ല. ഒരു പാരഗ്രാഫുകൾ ഉണ്ടായിരുന്നൊരു കമൻറ്റാണ് കേട്ടോ. അതായത് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരാം, പക്ഷെ മക്കളെയും വലിച്ചും കൊണ്ടല്ല പോരേണ്ടത്, മക്കളവിടെ നിർത്തിയിട്ട് നമ്മൾ പോരണമെന്നോ അങ്ങനെ എന്തോ ആണ് ആ കമൻറ്റിൻ്റെ ഉള്ളടക്കം ഉണ്ടായിരുന്നത്. അത് എങ്ങനെയാണ് നമ്മളെ കുട്ടികൾ സുരക്ഷിതമാണെന്ന് നമുക്ക് തോന്നാത്തൊരു സ്ഥലത്ത് നമ്മൾ കുട്ടികളോട് ഇട്ടിട്ട് എങ്ങനെയാണ് ഒരു പെട്ടെന്നുള്ള ഇറങ്ങിപ്പോരുക? എനിക്കറിയില്ല കേട്ടോ. എനിക്ക് എന്തായാലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ കുട്ടികളിട്ടിട്ട് ഞാൻ ഇറങ്ങി പോരണമെന്നുണ്ടെങ്കിൽ ഞാനത് ഈ തീരുമാനം ഇന്നെടുത്താൽ പോരാ, ഇത് എന്നും എടുക്കേണ്ട തീരുമാനമായിരുന്നു. പക്ഷെ എൻ്റെ കുട്ടികളെ നമുക്കൊന്ന് സേഫ് ആക്കണം. എൻ്റെ കുട്ടികൾ കുട്ടികൾ ചോദിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണം. അവരെ ഞാനിങ്ങോട്ട് കൊടുന്നിട്ട് അവരൊരു ബുദ്ധിമുട്ടിക്ക് കൊണ്ടുപോയിട്ടിടരുത് എന്നൊക്കെ 100 വട്ടം ഒരു എന്താ പറയുക ഉറപ്പ് കിട്ടിയ ശേഷമാണ് ഞാൻ അവരെ കൊണ്ട് ഇങ്ങോട്ട് മാറി താമസിച്ചത്. എനിക്ക് അങ്ങനത്തെ നിർബന്ധം ഉണ്ടായിരുന്നു, എൻ്റെ കുട്ടികൾ ഒരു കാരണവശാലും ഒന്നിനും ബുദ്ധിമുട്ടരുത് എന്ന്. അപ്പോൾ ഇപ്പോൾ അവരെ ഞാൻ കുട്ടികളെ ഏൽപ്പിച്ചാൽ അവർക്ക് നോക്കാൻ പറ്റുന്നതിനെക്കാട്ടിക്ക് 100 ഇരട്ടി നന്നായിട്ട് ഞാൻ നോക്കുന്നുണ്ട്. അവർക്കാണെങ്കിൽ ഈ കുട്ടികൾ ഇറങ്ങിപ്പോയി എന്ന് വിചാരിച്ചിട്ട് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, വിഷമങ്ങളും ഇല്ല. അവരെ ഫാമിലി മെമ്പേഴ്സ് അത് ഇത് എന്നൊക്കെ പറയുമായിരിക്കും. അത് അവരെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരിപ്പോൾ എന്തായാലും എന്നെ മോശപ്പെടുത്തിയതല്ലേ സംസാരിക്കുള്ളൂ. ഞാൻ അങ്ങനെ കട്ടി, ഞാൻ ഇങ്ങനെ കട്ടി, അങ്ങനെ ഇങ്ങനെ. അവർ കുടുംബത്തിലെ അടുത്ത ആൾക്കാർക്ക് പോലും അറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ളത്. അടുത്ത ആൾക്കാർക്ക് പോലും അറിയില്ല. അവരിപ്പോൾ അവിടെ ഇമ്മ ഇപ്പ ഓല പപ്പ ഒക്കെ പറഞ്ഞ് പിടിപ്പിച്ചൊരു കഥ ഉണ്ടാവും.
ആ കഥയാണ് ആ കുടുംബക്കാർക്ക് പോലും അറിയുള്ളൂ. സത്യാവസ്ഥ എന്താണെന്ന് ആ കുടുംബക്കാർക്ക് പോലും അറിയില്ല. ഞാനവിടെ താമസിച്ചിരുന്ന സമയത്തും അയൽക്കാരോടോ മറ്റേ അയൽ വീട്ടിൽ പോയിട്ടിരുന്നിട്ട് ഇങ്ങനെ വീട്ടിലത്തെ കുറ്റം പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനും ചെയ്തിട്ടില്ല. കുടുംബക്കാർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ ഇപ്പോൾ ആ വീട്ടിലത്തെ ഏത് കുടുംബക്കാർ വന്നിട്ടുണ്ടെങ്കിലും അയൽക്കാർ വന്നിട്ടുണ്ടെങ്കിലും നമ്മളെ വീടിൻ്റെ ഉള്ളിലത്തെ 4 ചുമരിനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഒരാളും പറയരുത്, ഒരാളും അറിയരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഞാനിട്ട് എൻ്റെ വായ കൊണ്ടിട്ട് ഞാനത് പറഞ്ഞിട്ടുമില്ല. അവിടെ എന്താ പ്രശ്നം എന്നുള്ളത് ഞാൻ എൻ്റെ വായ കൊണ്ട് പറഞ്ഞിട്ട് ആരും അറിയിക്കത്തുമില്ല. ഞാൻ വിശ്വസിക്കുന്നൊരു വിശ്വാസമുണ്ട്. അതായത് ഞാൻ മോശം എന്തെങ്കിലും ചെയ്തിട്ടാണ് ഞാനിങ്ങോട്ട് ഇറങ്ങി പോരേണ്ടി വന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്നിട്ട് ഞാൻ അനുഭവിച്ചോട്ടെ. നമുക്കെല്ലാവർക്കും ചെയ്ത പ്രവൃത്തിക്ക് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റ് കൊണ്ടാണ്, എൻ്റെ ഭാഗത്താണ് മുഴുവൻ തെറ്റ്, എൻ്റെ പ്രശ്നം കാരണം കൊണ്ടാണ് ഇത് ഇങ്ങനെ എന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ദോഷഫലങ്ങളും എനിക്ക് വരട്ടെ, അത്രയേ ഉള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രശ്നം ആരാണോ എന്താണോ അവരാ പ്രശ്നം അനുഭവിച്ചോട്ടെ, അത്രയേ ഉള്ളൂ. ഇതിനൊക്കെ ഭൂമിയിൽ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഞാനിതിപ്പോൾ 4 ആൾക്കാരടുത്ത് ഇതാണ് പ്രശ്നം ഇന്നതാണ് പ്രശ്നം, എൻ്റെ വീഡിയോയിൽ ഇരുന്നിട്ട് 4 ആളടുത്ത് ഇത് ഇന്ന പ്രശ്നം, അവരിന്നെ ഇങ്ങനെ കാട്ടി ഇവരിന്നെ ഇങ്ങനെ കാട്ടി എന്നൊക്കെ ഞാനിരുന്നിട്ട് ഇങ്ങനെ വായ തോരാതെ പറഞ്ഞിട്ട് അതിലൊന്നും ഒരു കാര്യമില്ല. അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്തത് ശരിയാണെന്നുള്ളത് എനിക്ക് വിശ്വാസമുള്ള കാരണം കൊണ്ടാണ്. ഞാൻ ഒരാളത്ത് പോലും ഞാനിവിടെ മാറി താമസിക്കുന്ന സമയത്ത് അവിടുത്തെ കുടുംബക്കാരും എൻ്റെ കുടുംബക്കാരും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ എന്നോട് അടുത്ത് നിൽക്കുന്ന ഫ്രണ്ട്സ് പോലും ചോദിച്ചിട്ട് ഞാൻ അവരോട് പോലും പറഞ്ഞിട്ടില്ല ഇതാണ് റീസൺ, ഇന്നതാണ് പ്രശ്നം, ഇന്നതാണ് കാര്യം എന്ന്. എനിക്കത് പറയാൻ താല്പര്യമില്ല. ഞാനങ്ങനെ അതായത് വീഡിയോൻ്റെ മുന്നിലിരുന്ന് പറയാൻ മാത്രം അല്ല എനിക്ക് ബുദ്ധിമുട്ട്. ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഫോൺ വിളിച്ച ആൾക്കാരോട് പോലും ഞാൻ ഈ ഒക്കെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ പഠിച്ചവന് കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് മൂപ്പര് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട് ടാലിയാക്കിക്കോളും. ഞാനായിട്ടത് പറയേണ്ട ആവശ്യമില്ല. അത് കാരണം കൊണ്ട് എനിക്ക് ഇത് പറഞ്ഞു വെച്ചിട്ട് ഗുണം കിട്ടാനില്ല. പറഞ്ഞിട്ടിപ്പോൾ എനിക്ക് എന്ത് ഗുണം കിട്ടുന്നത്? എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ എന്നതാണ് പറഞ്ഞിട്ട് എന്താ ഗുണം കിട്ടുന്നത്? ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഞാനങ്ങനെ പറയാൻ പാടില്ല. അതിന് എൻ്റെ മനസ്സിലൊരു കാരണമുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ പറയാത്തത് എന്നുള്ളത്. അവിടെ ഞാൻ പറയാൻ താല്പര്യമില്ല എനിക്ക്. അവൻ്റെ സായക്കുട്ടിക്ക് സങ്കടമുണ്ടോ വിഷമമുണ്ടോ ചോദിച്ചതിനുള്ള കാര്യമാണ് പറഞ്ഞിട്ട് വേറെ കുറേ കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നു. അത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞ കാരണം കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെയൊക്കെ പറയേണ്ടി വന്നത്. എൻ്റെ സായക്കുട്ടി എൻ്റെ കൂടെ ഹാപ്പിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് അങ്ങനെ തന്നെയാണ്, ഇതിൻ്റെ വിശ്വാസമല്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട് അവന് എൻ്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെയാണ് അവന് സേഫായിട്ട് നിൽക്കുന്നതും അവന് ഹാപ്പി ആയിട്ട് നിൽക്കുന്നതും. അവനെ വേണ്ടാത്ത ആൾക്കാർക്ക് അവനെ ഞാൻ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ശരീരത്തിൽ ആരോഗ്യമുള്ളിടത്തോളം കാലം എനിക്ക് ജോലി ചെയ്തിട്ട് എൻ്റെ മക്കളെ പോറ്റാൻ കഴിയുന്നിടത്തോളം കാലം എൻ്റെ കുട്ടീനെ എന്നാ പിടിച്ചോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഉന്തി തള്ളിയിട്ട് ഞാൻ ആർക്കും കൊടുക്കൂല. എന്നെക്കൊണ്ട് വയ്ക്കുന്ന കാലത്ത് വരെ എൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പോണ കാലം വരെ എൻ്റെ മക്കളെ ഞാൻ നോക്കും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അവനെ നല്ല അവളെ പിന്നെ അവൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനായിക്കോട്ടെ. 18 വയസ്സ് കഴിഞ്ഞ ആളല്ലേ, അവൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം. എൻ്റെ സായക്കുട്ടിക്ക് 18 വയസ്സായിട്ട് അവൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കണമെന്ന് തീരുമാനം എടുത്തോട്ടെ. പക്ഷേ ഈ സമയത്ത് അവനെ സംരക്ഷിക്കണം ഞാൻ തന്നെ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് പറയാനുള്ളൂ. കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ പറയണത് എനിക്ക് സങ്കടമാണ്. പക്ഷേ ഈ കമൻറ്റിന് ഇങ്ങനെ നമ്മൾ ആകെ ഇടങ്ങറായിട്ടാണ് നമ്മൾ ഓരോ ദിവസവും മുന്നേക്ക് തള്ളി നീക്കുന്നത്. ഇടങ്ങറുകൾ വരൂലേ. പിന്നെ ഞാൻ ഒരു കമൻറ്റിൻ്റെ റിപ്ലൈ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താട്ടോ, മതി സംസാരിച്ചത്. അതായത് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, എന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ നല്ല സുഖമായല്ലോ, നിങ്ങൾക്കിപ്പോൾ കുട്ടികളെയും കിട്ടി, ആ മനുഷ്യനല്ലേ പാവം ഇടങ്ങറായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അതായത് കുട്ടികളെ പപ്പയല്ല ഇപ്പോൾ കുട്ടികളില്ല മക്കളും ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്, അമ്മൂപ്പർക്കല്ല ഇടങ്ങാറ്, നിങ്ങൾക്ക് ഇപ്പോൾ 2 കുട്ടികൾ കിട്ടിയല്ലോ എന്ന്. എന്ത് അർത്ഥം വെച്ചിട്ടാണ് ഈ കമൻറ്റൊക്കെ ഇടുന്നത് എന്നുള്ളത് എനിക്ക് ഒട്ടും മനസ്സിലാവാത്ത കാര്യമാണ് കേട്ടോ. ഈ കമൻറ്റൊക്കെ ശരിക്കും ചിലപ്പോൾ നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ അയൽക്കാരോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. ഒരു 2 കുട്ടികളെ കൊടുന്നിട്ട് അവർക്ക് ഇന്നമോളൊക്കെ ഞാൻ ഓളെ കൊണ്ടുവരുന്ന സമയത്ത് ഓളെ ഫീസ് 10-24,000 രൂപ കെട്ടാനായിരുന്നു. ഞങ്ങളിവിടെ മാറി താമസിക്കുന്ന സമയത്ത് എൻ്റെ സായ്മോനെ അവന് ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തിയെന്നുണ്ടെങ്കിലും എന്തെല്ലാം ഒരു ചിലവുണ്ടാവും. ഒരു 2 കുട്ടികളെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചിലവുണ്ടാവും എന്നറിയോ. ഈ ചിലവ് കുറേ കാലമായിട്ട് ഞാൻ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്, അത് വേറെ കാര്യം. പക്ഷേ
ഈ നിങ്ങൾക്ക് 2 കുട്ടികൾ കിട്ടിയല്ലോ ഭയങ്കര സുഖമായല്ലോ എന്ന് പറഞ്ഞത് എന്ത് സുഖം എന്നാണ് ഈ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയില്ല കേട്ടോ. നമ്മൾ നല്ലവണ്ണം സ്ട്രഗിൾ ചെയ്ത് ജോലി ചെയ്തിട്ട് എൻ്റെ കുട്ടികളെ നോക്കുന്നത്, ഞാൻ നല്ലവണ്ണം ബുദ്ധിമുട്ടിയിട്ടാണ് കുട്ടികളെ നോക്കുന്നത്. അപ്പോൾ ആ കുട്ടികളിൽ നിന്ന് നാളെ ഒരു ബെനിഫിറ്റ് കിട്ടുമോ കിട്ടില്ല എന്നുള്ള പോലും നമുക്ക് ഉറപ്പൊന്നുമില്ല. നമ്മൾ നാളെ എൻ്റെ കുട്ടികളെ നോക്കുന്നുള്ളത് എനിക്ക് 100 വട്ടം ഉറപ്പൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്ത് കിട്ടിയതാണ് ഇവർ 2 കുട്ടികളെ കിട്ടിയത്. 2 കുട്ടികളെ കിട്ടിയ എല്ലായോ ജീവിതത്തിൽ 2 കുട്ടികളെ കിട്ടിയിട്ട് അതിങ്ങൾക്ക് ചെലവും നോക്കി നടത്താൻ നല്ല പാടുണ്ട്. വെറുതെ ആയിട്ടങ്ങൾക്ക് ഈ മുറ്റത്ത് കല്ലുമണ്ണ് വാരി കൊടുത്താലൊന്നും പോരാ തിന്നാൻ. അത് ഇപ്പോഴത്തെ കുട്ടികളെ ഇപ്പോഴത്തെ കുട്ടികളെ നോക്കുന്ന പാരൻസിന് അറിയാൻ കാര്യം, ഒരു കുട്ടീനെ വളർത്തുമ്പോൾ അവർക്ക് വെറുതെ രാവിലെ ഉച്ചക്കും ചോറും മീനും മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിലൊന്നും ആവൂല. അങ്ങനത്തെ ഇത്രയും ചിലവ് നോക്കിയിട്ട് എൻ്റെ മക്കളെ ഞാൻ അത്രക്ക് നന്നായിട്ടാണ് നോക്കുന്നത്. ഈ ചിലവ് നോക്കിയിട്ട് നോക്കാൻ വയ്യാത്ത ആളുകളാണ് അവർ. പിന്നെ അവർക്ക് വേണ്ടത് എന്താ പറയുക, വേണ്ട ഞാൻ അധികം സംസാരിക്കുന്നില്ല, അത് പറയുന്നില്ല. അപ്പം നല്ലവണ്ണം ബുദ്ധിമുട്ടിയിട്ടാണ് കുട്ടികളെ നോക്കുന്നത്. പിന്നെ ഈ കുട്ടികൾ നിങ്ങൾക്ക് കുട്ടികളെ കിട്ടിയുള്ളൂ, കുട്ടികളെ അത് ഇതൊക്കെ പറയുമ്പോൾ എന്താ പറയുക, കുട്ടികളാണ്ട് വെറുതെ കിട്ടിയതൊന്നുമല്ല. കുട്ടികളെ നല്ലവണ്ണം അങ്ങോട്ട് സ്നേഹം കൊടുത്ത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് ആ കുട്ടികളെ നമുക്കിട്ട് കിട്ടൽ, ആ കുട്ടികൾ നമ്മളെ കൂടെ നിൽക്കൽ. അല്ലെങ്കിൽ കുട്ടികൾ നമ്മളെ കൂടെ നിൽക്കൂല. ഞാനിപ്പോൾ ഈ ഒരു കുട്ടികളെ ഒരു ഉത്തരവാദിത്വം നോക്കാതെ ഞാൻ എൻ്റെ ജീവിതം നോക്കിയിട്ട് ഇങ്ങനെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾ എന്നെ സ്നേഹിക്കുമോ? ഒരു കുട്ടി സ്നേഹിക്കൂല. അത് നമ്മൾ പ്രസവിച്ചിട്ട് പറഞ്ഞൊന്നും ഒരു കാര്യമൊന്നുമില്ല, കുട്ടികളെ ഉണ്ടാക്കി പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് ഇമോഷണലി കുറച്ച് എന്താ പറയുക, കുറച്ച് ഇതായില്ലേ, പോട്ടെ. അപ്പോൾ ഈ ഒരു കമൻറ്റൊക്കെ കാണുമ്പോൾ രാവിലെ ഞാൻ ഈ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. അപ്പോൾ ഞാൻ ഇത്രയും ഇടങ്ങറായിട്ട് ഈ കുട്ടികളെ ഇടങ്ങറുള്ളതൊന്നുമില്ല കേട്ടോ, ഞാൻ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ പഠിച്ചവരുടെ എപ്പോഴും നന്ദി പറയുന്ന കാര്യമാണ്. എനിക്ക് എൻ്റെ മക്കളെ നോക്കാൻ പറ്റിയല്ലോ, അൽഹംദുലില്ലാ. അവർക്കൊരു ബുദ്ധിമുട്ടും വരാതെ അവർ പറയുന്ന 100 കാര്യങ്ങളും ചെയ്തു കൊടുത്തില്ലെങ്കിലും ഒരു 75% അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവർ പൊന്നുപോലെ നോക്കാൻ പറ്റുന്നതിന് പഠിച്ചവരോട് ഞാൻ എപ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയുന്ന കാര്യം തന്നെയാണ് കേട്ടോ, അതിലൊരു സംശയമല്ലേ. പക്ഷേ ഇതിൻ്റെ പിന്നിലൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പിന്നിലൊക്കെ നല്ലോണം ബുദ്ധിമുട്ടുണ്ട്. അത് ഒരു കുടുംബം നോക്കുന്ന ആണുങ്ങൾക്കും മനസ്സിലാവും, കുടുംബം നോക്കുന്ന പെണ്ണുങ്ങൾക്കും മനസ്സിലാവും അതിൻ്റെ പിന്നിൽ എത്ര ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം. കമൻറ്റ് ഇങ്ങനെ ഇടാൻ നല്ല സുഖമാണ്, നല്ല സുഖമല്ലേ കമൻറ്റ് ഇങ്ങനെ ഇടാൻ. അങ്ങൾക്കത് കിട്ടിയില്ലേ, നിങ്ങൾക്കത് കിട്ടിയില്ലേ. ഈ കിട്ടിയതൊക്കെ ഒരു മനുഷ്യന് ബുദ്ധിമുട്ടിയിട്ട് ചേർത്ത് വെച്ചിട്ട് കിട്ടിയതാണ്, നല്ല വെറുതെ കിട്ടിയതൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാനതിന് റിപ്ലൈ ഒക്കെ കൊടുത്തിരുന്നു. അതിൻ്റെ ഇടയിൽ കുറേ പേര് വേറെ റിപ്ലൈ ഒക്കെ തന്നിരുന്നു. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സായിക്കുട്ടിയെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ എന്നെ നിൽക്കണ്ട, നമുക്ക് പിന്നാക്കം വരാം. നമുക്കിങ്ങനെ സമാധാനമായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നല്ല നല്ല വിശേഷങ്ങൾ കാണിച്ച് നമുക്ക് പങ്കുവെക്കാനും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് കുറച്ച് ടിപ്സുകളും നല്ല ഉപയോഗപ്രദമായ കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ നല്ല നല്ല മനോഹരമായ വീഡിയോകൾ ഉണ്ടാക്കിയിട്ട് കാണാം അല്ലേ. ഇനി നമുക്ക് അടുത്ത് നമ്മൾ വീഡിയോ ഉമ്മച്ചി വീട്ടിൽ വന്നിരുന്ന വിശേഷങ്ങളുണ്ട്, ഇന്നിമോളുടെ ബർത്ത്ഡേയുടെ കുഞ്ഞു സംഭവങ്ങളുണ്ട്, ഇനി വീട്ടിലെല്ലാവരും വരുന്ന വിശേഷങ്ങളുണ്ട്. നമ്മൾ വീട്ടിൽ ഈ ശനിയാഴ്ചക്കാരും മിക്കവാറും ഞങ്ങൾ 5 മക്കളും ഇമ്മയും വാപ്പിയും എല്ലാവരും ചേർന്നിട്ട് എല്ലാ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല സന്തോഷമുള്ള വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.